ഹായ് പ്രിയപ്പെട്ടേഴ്സ്, ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഇളയ പെങ്ങളും കുടുംബവും. അച്ഛൻ്റെ പെങ്ങളെ സാധാരണ എന്താ വിളിക്കുന്നത്? അപ്പച്ചി എന്ന് വിളിക്കാം, അമ്മായി എന്ന് വിളിക്കാം. പക്ഷെ ഞങ്ങൾ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. പരിഷ്കാരികളാ ഞങ്ങൾ. 1900 പണ്ട് മുതലേ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗിരിജ ആൻറ്റി, ഈ ഗിരിജ ആൻറ്റി ലോപസന്ധിയിലൂടെ കടന്നുപോയി. അത് പിന്നെ കിയാൻറ്റിയായി മാറി. അപ്പോൾ ഞങ്ങൾ കിയാൻറ്റിയും കുടുംബവും ആണ് വന്നത്. കിയാൻറ്റി വന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ടായിരുന്നു, നിവേദ്യ വഴിപാട്, നമ്മുടെ പൊങ്കാല ഇടുന്ന പോലെ. അപ്പോൾ അതെല്ലാം അതിനൊക്കെ വേണ്ടി ഒരു 4-4:30 വന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ തറവാട്ടിൽ അച്ഛൻ്റെ അടുത്തായിരുന്നു ഡിന്നർ. അത് കഴിഞ്ഞ് അവർ ഞാറയ്ക്കൽ വൈപ്പിനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ സമയം 9:30 ആയതുകൊണ്ട് കയറുന്നില്ല, പോവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കയറണ്ട, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെല്ലാവരും കാറിൽ നിന്നൊന്ന് ഇറങ്ങിക്കേ. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ ആ കാർ സ്റ്റാർട്ട് ചെയ്തത് രാത്രി 10:30-ക്കാണ്. അവർ അവിടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോറും കപ്പയും ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ലൈറ്റായിട്ട് തണ്ണിമത്തനും പിന്നെ മുന്തിരിയും പിന്നെ ഞങ്ങളുടെ ബോയിൽഡ് എഗ് വിത്ത് സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ ഈ മുട്ട ഇൻ എനി ഫോം, അതെന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ദേശീയ ഭക്ഷണമാണത്. എൻ്റെ അച്ഛൻ രചിച്ച, അച്ഛൻ്റെ കയ്യൊപ്പ് ചാർത്തിയ 10 വിശ്വസാഹിത്യകാരന്മാർ എന്ന കൃതി അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സന്തോഷത്തിലാണ് അനന്തരവൾ. കുട്ടികൾ പിന്നെ അകത്തെ ഊഞ്ഞാലാട്ടലും പിന്നെ വെളിയിലെ പുൽത്തകടിയിലൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്തു. പിന്നെ മുറ്റത്തെ മാവേൽ മാങ്ങ ഞങ്ങൾ പറിച്ചു കൊടുത്തു. പിന്നെ അന്ന് 10 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ മോൻ അത്തുവും ഒരു 7:30 ആയപ്പോൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ കുട്ടികളും അവരവരുടെ ഹൈറ്റിനനുസരിച്ച് ചാടി മാങ്ങയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെടികളൊക്കെ ആവശ്യമുള്ള ചെടികളും പറിച്ചു കൊടുത്തു. അയ്യോ, ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലേ. ആ പച്ച ചുരിദാറിനാണ് ഏറ്റവും മൂത്തത് ബിജി. പിന്നെ ഈ മുണ്ടെടുത്തത് വിനോദ്. ഇപ്പുറം നിൽക്കുന്നത് വിപിൻ ദാസ്. ആ റെഡ് ലേഡിയാണ് വിപിൻ ദാസിൻ്റെ വൈഫ് രശ്മി. പിന്നെ ഇതിലില്ലാത്തത് വിനോദിൻ്റെ വൈഫ് സുമിയും മോൾ ഭവ്യയും ഇല്ല. പിന്നെ വിജിയുടെ ഹസ്ബൻഡ് അനിൽ അളിയനാണ് 2006 ഞങ്ങളുടെ ഈ വീട് അടിപൊളിയായിട്ട് പണിത് തന്ന എഞ്ചിനീയർ. അപ്പോൾ 10:30 ആയപ്പോൾ അവർ യാത്ര പറഞ്ഞിറങ്ങി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ വീട്ടിൽ വരുന്നത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ബിലവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.